ചില ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹങ്ങളിൽ നിന്നാണ് നിരാശ ഉണ്ടാകുന്നത്. ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അടക്കി ജീവിക്കേണ്ടതാണ്. എല്ലാവർക്കും എല്ലാത്തിലോടും ഇങ്ങനെ ആഗ്രഹവും ആസക്തിയും തോന്നിക്കഴിഞ്ഞാൽ ലോകം എവിടെ എത്തുകയില്ല. ഇങ്ങനെ ഒരുപാട് നമ്മൾ ആഗ്രഹിച്ച് നമ്മുടെ മനസ്സിന് കൺട്രോൾ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ നമ്മൾ ക്രൂരന്മാരായി പോകും. കാരണം നമ്മളൊരു കാര്യം വേണമെന്ന് നമ്മൾ നിശ്ചയിച്ചിരിക്കുക, നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സത്യം, നീതി, ധർമ്മം ഇവയെല്ലാം നമ്മൾ തന്നെ മാറ്റി അങ്ങ് ഒരു മൂലയിലേക്ക് വെക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കത് നേടണം എന്നുള്ള ആ ഒരു ചിന്തയോടെ വരും. അങ്ങനെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്, പ്രണയനൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചു, അവരെ വെട്ടിക്കൊന്നു. ഇങ്ങനെയെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് എന്തു തന്നെയായാലും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത് അമിതമായ ആഗ്രഹം, അമിതമായ ആസക്തിയാണ്. ഇതിൽ നിന്നെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നതിൻ്റെ നമ്മുടെ ഉള്ളിലെ സത്യവും നീതിയും ധർമ്മവും അവിടെ മരിക്കുന്നത് കൊണ്ടാണ്. അത് നമ്മൾ മരിക്കാതെ നോക്കേണ്ട എന്തുകൊണ്ടാണ്? അതിന് നമുക്ക് എപ്പോഴും വേണ്ടത് നല്ല ചിന്തകളും നല്ല ഈശ്വരവിശ്വാസവും അതോടൊപ്പം സന്മാർഗത്തിലൂടെയുള്ള നടക്കാനുള്ള നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും ഉണ്ടെങ്കിൽ ഒരിക്കലും ആരും അങ്ങനെ ചെയ്യത്തില്ല. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് പശ്ചാത്തപിച്ചിട്ടോ അല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ എന്നും നന്മയുടെ ദീപം കെടാതിരിക്കുവാണെങ്കിൽ നമുക്കൊരിക്കലും ആരെയും ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നത്തില്ല. നമ്മുടെ മനസ്സിൽ ക്രൂരത വളരുന്നത് അടങ്ങാത്ത മോഹം കൊണ്ട്, അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നിമിഷത്തെ ആ ആഗ്രഹം, ആവേശം കൊണ്ടാണ് നമ്മളിങ്ങനെ പല വേണ്ടാത്ത വഴിയിലേക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് തൂത്തെറിയുക. നമ്മൾ നന്മയുടെ മാർഗത്തിലേക്ക് നമ്മൾ